ഏടെ നാട് വിട്ടാലും പൊക്കുവടാ. എന്തായാലും പൊക്കും, മനസ്സിലായോ? എവിടെ നാട് വിട്ടാലും പൊക്കും. ഒറ്റപ്പെട്ടോന്ന് ചോദിച്ചാൽ സത്യമായിട്ട് ഒറ്റപ്പെട്ടു മോനെ. പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരിക്കും. കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല, എന്താന്നൊന്നും അറിയില്ല. കുറേ ന്യൂസ് ഉണ്ട്, ഇതുണ്ട് എന്നെല്ലാം അറിയാം. വേറെ ഒന്നും അറിയില്ല, ഒന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. കാരണം എന്തെങ്കിലും അറിയുമ്പോൾ പേടിയും ഇതും വന്ന് ആത്മഹത്യ ചെയ്യാനാ തോന്നുന്നു. ആദ്യം വരുന്ന ചിന്ത പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ്. കാരണം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ബാക്കിയുള്ള ഇത് നോക്കുമല്ലോ. അങ്ങനെയും ചിന്തിച്ച് എന്തിനാ മമ്മൂന്റെ മുമ്പിൽ വെച്ച് ഇതാക്കിയെന്നടാ. ഞാൻ ഒരു കാര്യം പറയട്ടെടാ, നമ്മളെല്ലാരും ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മള് ബാത്റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ മനസ്സിലായി അങ്ങനെ എന്താടാ, എനിക്ക് ഇതൊന്നും പറയാൻ പോലും പറ്റുന്നില്ലടാ. എടാ അതെല്ലാം നമ്മൾ അത്രയും പ്രൈവറ്റ് ആയിട്ട് ഇതാക്കുന്നില്ല. അതൊന്നും ഈ പറഞ്ഞ പോലെ ഇവന്മാരിങ്ങനെ ചെയ്യുമെന്ന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനും ബാക്കിയുള്ള ഇവന്മാരെ സത്യങ്ങൾ ഞാൻ പൊളിച്ചു. എന്നിട്ട് ഇവന്മാർ ഇത് നന്മവരും കളിച്ച് ജനങ്ങളെയും പറ്റിച്ചിട്ട് നിങ്ങളെയും മണ്ടന്മാരാക്കി ഇതാക്കാന്നാന്ന് വിചാരിച്ചത്. ഞാൻ ഇതിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്നെ അങ്ങനെ തന്നെ വിചാരിക്കുക. ഇതിപ്പോൾ അവൻ്റെ സത്യം കൂടി പുറത്ത് വന്നല്ലോ. ഓൻ നന്മ കളിച്ചിട്ട് ഇതാക്കില്ല. അങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ആരും അങ്ങനെ നന്മ കളിച്ചുകൊണ്ട് പോകണ്ട. ഓൻ്റെ റിയൽ ഫേസ് അങ്ങനെ കാണിക്കണം. ഒന്നാമത് അത് റിയൽ അല്ലടാ. അതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പറയടാ. അതിന് ഫുൾ വീഡിയോ ഇല്ലടാ, മനസ്സിലാ? അതിന് ഫുൾ വീഡിയോ ഇല്ല. അതാ ഫസ്റ്റത്തെ കാര്യം. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ വല്ലാത്തൊരു കാര്യം മനസ്സിലാക്കി. ഈ ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും, മനസ്സിലാ? കേരളത്തിലല്ല, തമിഴ്നാട്ടിലല്ല, ഈ ലോകത്ത് ഇന്ത്യ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്ത് പരിപാടിയും നടക്കും, മനസ്സിലാ? പൈസ ഇല്ലാണ്ട് നമ്മൾ ഈ പൈസ ഉള്ള ആൾക്കാരെ ഇതാക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി. ആ സത്യം എനിക്ക് മനസ്സിലായി. പൈസ ഇല്ലാണ്ട് നമ്മൾ ഇതായി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. അപ്പം എപ്പം വേണമെങ്കിൽ ഒന്നിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ, ഒന്നിക്ക് ഇപ്പം തന്നെ ചിലപ്പം വന്ന് പൊക്കും, അല്ലെങ്കിൽ നാളെ. അപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്നെ പൊക്കാത്തിടത്തോളം കാലം ഞാൻ ലൈവ് ചെയ്യും. പൊക്കാത്തിടത്തോളം കാലം ഞാൻ